ഹായ് ഓൾ, എല്ലാവരും എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതട്ടെ. അപ്പോൾ ഞാനിന്ന് നമുക്ക് ഇഞ്ചി അല്ലെങ്കിൽ വെളുത്തുള്ളി അതൊക്കെ നമുക്ക് എങ്ങനെ കുറേ നാളുകൾ കേടുകൂടാതെ സൂക്ഷിക്കാമെന്നുള്ളൊരു വീഡിയോ കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇഞ്ചിയാണ് കാണിക്കുന്നത്. നമ്മുടെ ജിഞ്ചർ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ച ശേഷം ഞാൻ വാഷ് ചെയ്ത് നന്നായിട്ട് നമ്മൾ ടിഷ്യൂ വെച്ച് ഡ്രൈ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ കാരണം വെള്ളം ഇല്ലാതിരിക്കുന്നതാണ് കൂടുതൽ നാൾ സ്റ്റോർ ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഉപ്പും ഒന്ന് പാത്രത്തിലിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. കാരണം ആ ഉപ്പിലെ വെള്ളം കൂടെ എലിഞ്ഞ് ഇല്ലാതായി തീരുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതും നമ്മൾ ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന സോൾട്ട് ഉണ്ടല്ലോ, ആ സോൾട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ക്രഷായി കിട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത്, സാധാ ഓയിലാണ്, ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്, അതുകൂടെ കുറച്ച് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഇപ്പം ഞാൻ ഈ ഒരു ഇഞ്ചി നമുക്കിവിടെ പ്രത്യേകിച്ച് UK പലയിടത്തും നല്ല ഇഞ്ചി നമുക്ക് കിട്ടത്തില്ല കേട്ടോ. ഇതിപ്പോൾ നമുക്ക് നല്ല ഇഞ്ചി കിട്ടിയപ്പോഴാണ് കുറേ കിട്ടി. ഈ കോസ്കോയിൽ നിന്ന് കേട്ടോ മേടിച്ചത്. അവിടെ പോയപ്പം നന്നായിട്ട് നല്ല ഇഞ്ചി ഇരിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ പിന്നെ മേടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ഇത് എണ്ണയും കൂടെ കൂട്ടി നമ്മൾ നന്നായിട്ട് അരച്ചെടുത്ത് ഇനി ഞാനത് നമ്മുടെ ഐസ് ക്യൂബ്സൊക്കെ വെക്കുന്നതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്സ് ആക്കി എടുക്കാൻ എളുപ്പമാട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് വേറെ ബോക്സ് വെച്ച് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഞാനിങ്ങനെ ബോക്സിൻ്റെ നമ്മുടെ ഐസ് ക്യൂബ്സ് വെക്കുന്നതിനകത്തോട്ട് കുറേശ്ശെ ഇട്ട് സെറ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനതെല്ലാം എടുത്ത് നമ്മളങ്ങനെ ആക്കി നമ്മൾ ഫ്രീസറിലോട്ട് വെക്കുന്നു. ഫ്രീസറിൽ നിന്ന് പിന്നെ അടുത്ത ദിവസം എടുത്ത് നമുക്കത് ആ ബ്ലോക്സ് എല്ലാം മാറ്റി നമുക്ക് നമ്മുടെ സിപ്ലോ കവറിലോട്ട് ഇട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ഒത്തിരി നാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നേരത്തെ ഇതുപോലത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് കേടുകൂടാതെ, നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കത്തില്ല ഇങ്ങനെ ബ്ലോക്സ് ആയിട്ടുള്ളത്, ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ മേടിക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ സെയിം യൂസ് തന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് കേടാകത്തില്ല. നിങ്ങൾ ഇഞ്ചിയോ വെളുത്തുള്ളിയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കേടാകത്തൊന്നുമില്ല. അതുപോലെ നമ്മളത് ഫ്രീസറിൽ സൂക്ഷിക്കണം കേട്ടോ. പിന്നെ അത്യാവശ്യം എടുക്കാനുള്ളത് മാത്രം കുറച്ച് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജ് വെക്കാം. ഫ്രിഡ്ജ് വെച്ചാലും ഇങ്ങനെ ഡ്രൈ ആയിട്ട് നമ്മൾ വെള്ളമൊന്നും എടുത്തുകൊണ്ട് കേടാകാതെ കുറച്ച് നാളിരിക്കും. പക്ഷേ വെള്ളമൊക്കെ നമ്മൾ കളയാതെ വെള്ളം ഡ്രൈ ചെയ്യാതെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നെങ്കിൽ തീർച്ചയായും ഫ്രീസറിൽ തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഇപ്പോൾ അടുത്ത ദിവസം നമ്മളിത് എടുത്തിട്ടുണ്ട്, ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ നല്ല ബ്ലോക്സ് ആയിട്ട് തന്നെ നമുക്ക് ഓരോ പീസ് നമുക്ക് കിട്ടും. അപ്പോൾ അത് എടുത്തിട്ട് ഇത് ഞാനെടുത്ത് എല്ലാം മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന്. പിന്നെ നമ്മൾ സിപ്ലോ കവറിലിട്ടിട്ട് അത് നമ്മുടെ ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് ആവശ്യ നേരത്ത് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പം ഇതിൻ്റെ ഇഞ്ചിയുടെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ വെളുത്തുള്ളി ഞാനത് രണ്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഇഷ്ടംപോലെ എടുത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്നിച്ച് ഇഞ്ചിയും ഗാർലിക്കും കൂടെ, ജിഞ്ചറും ഗാർലിക്കും കൂടെ ഒന്നിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പം ഗാർലിക്കിൻ്റെ അളവായിരിക്കണം കൂടുതലെടുക്കുന്നത്, ഇഞ്ചിയുടെ അളവ് കുറവും. അപ്പം ഞാനതൊക്കെയാലും അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ സെപ്പറേറ്റ് രണ്ടും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നല്ല എളുപ്പമാണ്, നമുക്കൊന്നും അറിയണ്ട, ഇഞ്ചി കേടായി പോകത്തുമില്ല കേട്ടോ. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ വേറെ രാജ്യത്തൊക്കെ താമസിക്കുന്നവർക്ക്. പിന്നെ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇഞ്ചിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ അതൊന്നും കേടായി പോകത്തില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണേ. ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഇഞ്ചിപ്പുളി നമ്മളില്ലേ അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.